കള്ള നായിന്റെ മോനെ, നമ്മൾ ഇന്നോട് പറഞ്ഞിട്ടില്ലടാ കായ് തരാത്ത ഐക്കെടുക്കാൻ വന്നേക്കല്ലെന്ന്. ഹാമുക്കെ ആനക്ക് ഓസിന് പണിയെടുത്ത് തരാൻ എന്റെ മാപ്പാന്റെ കാര്യമൊന്നല്ലടത്. പുണ്യത്തിന് വേണ്ടി അക്ബർ പണിയെടുത്ത പട്ടിണിയാവുന്ന എന്റെ കുട്ടികളാ. പറ്റില്ല, എനിക്ക് എന്റെ സൈക്കിൾ വേണം. കാശ് ഞാൻ തരും. എന്നാ ആദ്യം കായ് അടിക്കണം നമുക്ക്, എന്നിട്ട് വായിട്ടടിച്ച് എന്റെ സൈക്കിളും കാടോ കൊന്നാടാ നമുക്ക്. വരാണ്ടിരിക്കാനേ അടിയിൽ ട്രൗസർ പുറത്ത് ചീരി കൊടുത്തിട്ടാ ഞാൻ നടക്കുന്നത്. സാറ് ഹീറോ കളിക്കാതെ മാറിക്ക സാറേ. ഇപ്പൊ താനെന്താടോ ഈ പറയുന്നത്? ഒന്നാം തരം ചതിയനാണ്. 3 പഞ്ചറിന്റെ കാര്യം ഓഞ്ചി തരാനുള്ളത്. അത് തരാട്ടോ മുങ്ങിയടക്കുക. അതിന് കുട്ടിയെ തല്ലിയാണോ ചെയ്യേണ്ടത്? ഇയാളെന്ത് കോപ്പായി പറയുന്നത്? ഞമ്മള് നക്കാപ്പിച്ച കൈ കൂട്ടിക്കടിച്ച് ജയിക്കുന്നവനാ. ചെയ്ത ജോലിന്റെ കാര്യം നമ്മൾ ചോദിച്ചേ, അല്ലാണ്ട് ഉമ്മനെ കെട്ടിച്ച സ്ത്രീകളെ വകയിലും പന്നി. താൻ അധികം സംസാരിക്കണ്ട. എനിക്ക് എത്ര കാശ് വേണം? 17 റുപ്യ. എടുത്തോണ്ട് വയ്ക്കും. എന്താണ് കരിമ്പൂത്ത പോലെ നോക്കി പോയി പണിയെടുക്കടാ പന്നി. എന്താ ശ്യാം, മൂവി കഴിഞ്ഞോ? ഓ, ഒരു മൂഡും ഇല്ലായിരുന്നു ഡോക്ടർ. ആ പോയതാരാ? അറിയില്ലേ, ഉസ്മാൻ, സയ്യിദ് ഉസ്മാൻ. ഗസൽ? യെസ്, ഗസൽ രാജാവ് സയ്യിദ് ഉസ്മാൻ. 6 മാസങ്ങളായിട്ട് എന്റെ കൺസൾട്ടേഷനിലായിരുന്നു. ഇപ്പൊ അഡ്മിറ്റ് ആവാൻ സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നെ ഉപേക്ഷിച്ചപ്പോഴും നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ വിധിയുടെ ചാലകത്തിൽ ചിതറിത്തെറിച്ചപ്പോഴും ഒരിക്കലും നിന്നെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാനെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞത് ഞാൻ എന്ന ദുരന്തത്തിലേക്ക് നീ ഒരിക്കലും വീഴരുത് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷേ സെറീന, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ സെറീന, ഞാൻ അറിഞ്ഞോണ്ട് നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സെറീന, നീ എന്നൊന്ന് വിശ്വസിക്ക പ്ലീസ്. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേ? സെറീന, ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. നീയെങ്കിലും എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതി. എല്ലാത്തിലുപരി സമാധാനത്തിനായിട്ടൊരു വാക്ക്, അത് നിന്നിൽ നിന്ന്. ബട്ട്
ഉറങ്ങിയോ? ഇല്ല, ജസ്റ്റ് കിടന്നതേ ഉള്ളൂ. Can I? ഓഫ് കോഴ്സ്, Okay. പ്ലീസ്. ആ സുഖമില്ലാത്ത ആളെ അറിയോ? ആ, ഞാനിവിടെ വന്നത് മൂലം അറിയും. ആ, ആ, എത്ര നാളായി ഇവിടെ? ഞാനിവിടെ ഒരു 3 മാസം. വരൂ, ഇരിക്കൂ. എനിക്ക് ഉസ്മാനെ അറിയാം. പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. പാട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ? നോ പ്രോബ്ലം, ഞാൻ ഉറക്കം വരാതെ കിടക്കുമായിരുന്നു. ഐ എം ഗോയിങ് ടു ഡ്രിങ്ക്. അല്ല, പേടിക്കണ്ട, ആരും അറിയില്ല. ശരാബ് പിനെ ദേ മുझे സാഹിബ്. ഇത് തീരും വരെ താനേ കമ്പനി തരണം. ഓഫ് കോഴ്സ്. കരിയോയിൽ ഇതാണ് എൻ്റെ തുടക്കം. നോ താങ്ക്സ്, ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പം ഞാൻ കഴിക്കാം. ഓക്കെ. നനഞ്ഞുവോ കരയെ നീ കുളിർന്നുവോ, എന്റെ കണ്ണുനീർ മഴത്തുള്ളികൾ നിന്നെ തഴുകി തലോടിയോ? സഖി, നീ തണുത്തു, എന്റെ മിഴിനീരിൽ നിന്റെ ദാഹം ശമിച്ചു. തനിക്ക് എന്താടോ കുടിച്ചാൽ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പണ്ടേ ശീലമില്ല, ഇപ്പോഴും ഇല്ല. മരിച്ചു പോകുന്നുള്ള പേടിയാ? നമ്മളൊക്കെ എന്നെ മരിച്ചടോ. ചുമ്മാ ഒരു അലങ്കാരത്തിന് ഇത് എങ്ങനെ ഇരിക്കുക? ഈ ശരീരം മുഴുവൻ ഒട്ടി വലിഞ്ഞ് പുഴുക്കടി പോലെ പൊണ്ണു പിടിച്ച് വികൃത രൂപികളായി ചത്തൊടുങ്ങാൻ വേണ്ടി. ഉസ്മാൻ ഇവിടെ? ഞാനെന്നാ വന്നേ, ഇനിയെങ്കിലും അഡ്മിറ്റ് ആവണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയത്ര. ദ ഗ്രേറ്റ് ഗസൽ സിംഗർ ഷെഹനാദ് സയ്യിദ് ഉസ്മാൻ ദേ ഇങ്ങനെ ഇരിഞ്ഞടങ്ങാൻ പോകും. മിസ്റ്റർ, എൻ്റെ പേര് ശ്യാം എന്നാണ്. ശ്യാം, ഇതെൻ്റെ അവസാനത്തെ വെള്ളടിയാ. നോ, താൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. കാമം? ഉസ്മാൻ പ്ലീസ്, നോ. ഈ വിരലുകൾ കൊണ്ടൊന്ന് തട്ടിയാൽ ചുമന്നു തുടിക്കുന്ന നല്ല കവിൾത്തടമുള്ള മലബാറി പെൺകുട്ടികൾ, ജന്മന കാശ്മീർ ആപ്പിളിന്റെ നിറമുള്ള കാശ്മീരി സുന്ദരികൾ. നശിപ്പിച്ചടോ ഞാൻ എൻ്റെ ജീവിതം. മറന്നടോ ഞാൻ എൻ്റെ ദൈവത്തെ. ഒരിക്കൽ കൂടി എനിക്കൊരവസരം എന്താ? ഒരു സ്വപ്നം കാണാൻ പോലും ആവാതെ എത്ര നാളിങ്ങനെ. ഏയ് ഉസ്മാൻ, കം, വരൂ, അവിടെ ഇരിക്കാം. വരൂ. शराब पीने दे मुझे. शराब पीने दे मुझे. ഉസ്മാൻ, शराब पीने दे मुझे मस्जिद में बैठकर, या तो मुझे वो जहां बता दे जहां पे खुदा ना हो.
തൊട്ടുപോകരുത്. നാളൊരു പട്ടിയെ പോലെ പിന്നെ എന്റെ പുറകെ വരാൻ. സിജോ വാ പോവാം. കയ്യിലെടുത്തിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴൊട്ടും മാറിയിട്ടില്ല അല്ലേ? രണ്ടി. പോടാ അവിടുന്ന് പന്നി. നോക്കൂ അക്ബർ, ഇവിടെ അക്ബർ ചേർന്നു, താഴെ 2 പേർ. ഇപ്പൊ 2000 രൂപ അക്ബറിന് കിട്ടും. താഴെ താഴെ ഓരോരുത്തരും 2 പേരെ വീതം ചേർക്കും. അപ്പോ വീണ്ടും 2000 രൂപ കിട്ടും. പിന്നെ 4000, പിന്നെ 8000. അങ്ങനെ ആഴ്ചയിൽ 5000 രൂപ വരെ കിട്ടും. മുടക്കുന്നതോ വെറും 5000. പോയി പഞ്ഞരികളാമേ. അപ്പോ ആളുകൾ ചേരുവല്ലേ? ഇന്നലെ ചേർന്ന എന്റെ കീഴെ 8 പേരായി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ?